ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജിസ് പാഠശാല. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ ഫിനാൻഷ്യൽ ഇയർ 2025-26 പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ രീതികൾ, അതൊക്കെ നമ്മൾ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പുതിയ ലക്ഷ്യങ്ങൾ നമുക്ക് കൃത്യമായൊരു ഗോൾ ഉണ്ടാവും. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ഗോൾ സെറ്റിംഗ് ആയിരിക്കും. പക്ഷെ നമ്മളവിടെ എല്ലാവരും പറയും നിങ്ങൾ കൃത്യമായൊരു ഗോൾ സെറ്റ് ചെയ്യണം, അതിനു വേണ്ടി വർക്ക് ചെയ്യണം എന്നാണ്. എങ്ങനെ വർക്ക് ചെയ്യും? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം നിശ്ചയിക്കുക എവിടെയാണ് പോകേണ്ടതാണ്, പിന്നെ നമ്മൾ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി വേണം, കൃത്യമായൊരു പ്ലാനിങ് വേണം. വെറും ഒരു ലക്ഷ്യം കൊണ്ട് മാത്രം നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. അതിനുവേണ്ടി കൃത്യമായൊരു സ്ട്രാറ്റജി വേണം. അപ്പോൾ നമ്മൾ 2025 നിങ്ങൾ കൃത്യമായൊരു ലക്ഷ്യം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് എങ്ങനെയാണ്, റിവ്യൂ കൃത്യമായി നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ എന്തൊക്കെ തരത്തിലാണ്, നമ്മളെ നേട്ടങ്ങൾ എന്താണ്, നമ്മളെ കോട്ടങ്ങൾ എന്താണ്, നമുക്ക് തോൽവികൾ ഉണ്ടായിട്ടുണ്ടാവാം, നമുക്ക് ദൗർബല്യങ്ങൾ എന്താണ്, അത് കൃത്യമായിട്ട് നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യണം. നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ് സെൽഫ് അനലൈസ്. കാരണം നമ്മളാണ് നമ്മളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ വേണം. നമുക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മുടെ കൃത്യമായ രീതിയിലുള്ള നമ്മളെ പ്രസൻറ്റേഷൻസ് ആണോ നമ്മളെ വീക്ക്നെസ്, അല്ല നമ്മളെ നോളജിലാണോ നമ്മൾ ലാക്ക് ചെയ്യുന്നത്, പുതിയ കമ്മ്യൂണിക്കേഷൻ രീതികൾ നമ്മൾ അവലംബിക്കേണ്ടതുണ്ടോ, അതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യങ്ങളാണ് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കുക. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ വർഷത്തെ. അതിനുശേഷം നമ്മളെ പുതിയ വർഷത്തെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക, പ്രീമിയം ബേസിലാണോ, അല്ലെങ്കിൽ ഏത് സെഗ്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്തതിലാണ് ഈ ഒരു ഗോളിലേക്ക് എത്തുക, നമ്മുടെ ബിസിനസ് ഇൻഷുറൻസിലാണോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിലാണോ, റിട്ടയർമെന്റ് പ്ലാനിങ്ങിലാണോ, ഏത് സെഗ്മെന്റിലാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ആ സെഗ്മെന്റിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള പഠനങ്ങളാണ്, ഏതൊക്കെ രീതിയിലുള്ള നോളജാണ് ഞാൻ അക്യൂർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതല്ലാതെ നമ്മളൊരു വെറും ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിലാണ് ഞാൻ ഈ വർഷം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ കൃത്യമായ അപ്ഡേഷനാണ്. നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പുതിയ മോഡേൺ ഇറയിൽ നമ്മൾ ഔട്ട്ഡേറ്റ് ആയിപ്പോകും. കാരണം നമ്മളെ സംസാര രീതികൾ, കാരണം നമ്മൾ കാണുന്ന ചെറുപ്പക്കാരുടെ മുന്നിൽ അവരുടെ സാമ്പത്തിക ആസൂത്രണ രീതികൾ വലിയ വ്യത്യാസമാണ്. അപ്പോൾ അവരോട് കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് അവയർനെസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. വി നെവർ ട്രൈ ടു സെൽ. നമ്മളൊന്നും അവരോട് മുന്നിൽ സെല് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായ ഒരു ബ്രാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെ നോളജുള്ള ഒരു പേഴ്സൺ ആണ് നമ്മളെന്ന് അവർക്ക് കൃത്യമായിട്ട് ബോധ്യം വന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് കേൾക്കും. ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയ ഒരു സെഷനാണ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 19-ാം തീയതി രഞ്ജിസ് പാഠശാല കണ്ണൂരിൽ വെച്ച് നടത്തുന്നത്. നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. 3 മണിക്കൂർ നീണ്ടിരിക്കുന്ന വളരെ ഫാബുലസ് ആയ കാര്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം, എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിലിംഗ് ആയ ഡിസ്കഷൻസ് ആണ്. നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഭാരത് റെസ്റ്റോറൻറ്റ് കണ്ണൂരിൽ. ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയ കാര്യം നിങ്ങൾക്ക് PDF ഫോമാറ്റിൽ നിങ്ങൾ എന്തൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം, സെൽഫ് അവയർനെസ് എങ്ങനെ വേണം, ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിലിംഗ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ജോയിൻ us ഓൺ ടൈം. ഡേറ്റ് മറക്കരുത്, 19th April സാറ്റർഡേ. താങ്ക് യു വെരി മച്ച്.